പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുലഭലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ചോദ്യകർത്താവ് ഞാനല്ല. 1940 പുറത്തിറങ്ങിയ ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു വരികളാണിത്. ഇതിലെ നായകൻ കേശവൻ നായർ തൻ്റെ പ്രണയിനിയായ സാറാമ്മയ്ക്ക് എഴുതുന്ന ഓരോ പ്രേമലേഖനങ്ങളും തുടങ്ങുന്നത് ഈ വരികളിൽ കൂടിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ, അതായത് 1940 പോലും അന്ന് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ്, ഒരു സ്ത്രീധന സമ്പ്രദായ വ്യവസ്ഥ, സ്ത്രീകൾ രണ്ട് മതത്തിൽപ്പെട്ടവർ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ പ്രത്യേകിച്ച് പുരുഷൻ്റെ മതത്തിലേക്ക് മാറുന്നൊരു വ്യവസ്ഥ, അതൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് ആ കാലഘട്ടത്തിൽ പോലും ഈ പുസ്തകത്തിൽ ഒരു ഹ്യൂമറിൻ്റെ എലമെൻറ്റോടെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മുഹമ്മദ് ബഷീറിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഒരു സിഗ്നേച്ചർ എലമെൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമറാണ്. എത്ര വലിയ കാര്യങ്ങളും വളരെ നിസ്സാരമായി ഏത് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് അദ്ദേഹത്തിനുള്ളത്. വൺ ഓഫ് ദ റീസൺസ് വൈ ഹീ ഈസ് മൈ ഫേവറേറ്റ്. അതിനോട് അധികം താല്പര്യമൊന്നുമില്ല, പക്ഷെ വായിച്ച് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ തുടക്കക്കാർക്ക് പറ്റിയൊരു പുസ്തകമാണ് പ്രേമലേഖനം. DC ബുക്സാണ് ഇപ്പോൾ ഇതിൻ്റെ പബ്ലിക്കേഷൻസ് ചെയ്യുന്നത്. വളരെ ഈസിലി അവൈലബിൾ ആണ്, ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാം. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. എസ്പെഷ്യലി കമ്മിങ് ടു വെരി ക്ലോസ് ടു വാലന്റൈൻസ് ഡേ, ഇതൊരു ബെസ്റ്റ് റെക്കമെൻഡേഷനാണ്.